മണിച്ചിത്രത്താഴ് എന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നേ. അഭിനയത്തിന്, പാട്ടിന്, ലിറിക്സിന്, എഡിറ്റിങ്ങിന്, പിന്നെ സ്ക്രീൻ പ്ലേ, ഇതെല്ലാം ഫാസിലിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവർക്കും ഒരേ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നവരാണ്. അപ്പം എനിക്ക് ഇതിൽ പറയാൻ ശരിക്കും വാക്കുകളൊന്നുമില്ല. കാരണം അത്ര ഭംഗി, അത്ര ഒരു മനസ്സിൻ്റെ സുഖവും, കാര്യം നമുക്കൊരു പുതിയ അനുഭവമാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള പെർഫോമൻസസ്, റിപ്പീറ്റായിട്ട് കാണുമ്പോഴത്തേക്കും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന പെർഫോമൻസസ് ആണ്. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി? ഇഷ്ടമായോ? അടിപൊളി അല്ലേ? സൗണ്ട് അടിപൊളി. അപ്പോൾ HD 4K റെസൊല്യൂഷൻ, അതും അടിപൊളി അല്ലേ? ഒരു പുതിയ രൂപത്തിൽ മണിച്ചിത്രത്താഴിനെ കാണാൻ എന്ത് സന്തോഷമല്ലേ. പിന്നെ അവസാനത്തെ സീനിലെ എന്തോ സത്യമാണോ? താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഈ നിങ്ങൾ കാണുന്ന ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കുടുംബം അവരൊക്കെ തന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിനുള്ള ഒരു ക്രെഡിറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മറ്റെല്ലാ ജനറ്റിക്കലാണ്. നന്ദിയുണ്ട്. അത് നിങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്, അതിലും നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും മണിച്ചിത്രത്താഴ് അങ്ങനെയാണ് കാണുന്നത്, ഒരു പ്രേക്ഷകയായിട്ടാണ്. അപ്പോഴാണ് എനിക്ക് നല്ലോണം ആസ്വദിക്കാനും അതിന് ഇഷ്ടപ്പെടാനുള്ള ഒരു മുക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് മാത്രമേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതല്ല, നിങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നില്ലേ, എന്തൊരു സന്തോഷമല്ലേ കണ്ടിട്ട്. നിങ്ങളൊരു എന്താ പറയുക, ഓഡിയൻസ് എന്ന നിലയിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതേപോലെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഈ ലെജൻഡറി ആർട്ടിസ്റ്റിൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ചതിൻ്റെ ആ സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ ജീവിതകാലം മുഴുവൻ ക്യാരി ചെയ്യുന്നു. ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന പുതിയ സാധനങ്ങൾ, പഠിക്കാൻ പറ്റുന്ന പുതിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് തിലകൻ സാറ്, നെടുമുടി സാറ്, പിന്നെ മോഹൻലാൽജി, ഇവരുടെയൊക്കെ ഈ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ, അതിൽ തന്നെ വലിയ അഭിനയമാണ് ഉള്ളത്. ഞാൻ ഒരുപാട് പഠിച്ചിരിക്കുന്നു. മണിച്ചിത്രത്താഴ് എന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നേ. അഭിനയത്തിന്, പാട്ടിന്, ലിറിക്സിന്, എഡിറ്റിങ്ങിന്, പിന്നെ സ്ക്രീൻ പ്ലേ, പിന്നെ ചെറിയ രോമാഞ്ചന ഉണ്ടാക്കുന്ന ചെറിയ ഷോർട്സ് യോജിച്ചത്, പിന്നെ ചെറിയ ഷോർട്സ് എടുത്തിരിക്കുന്ന രീതി. പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്താണ് ഈ പടം ഇത്രയും നന്നായി എടുത്തിരിക്കുന്നത്. ഭയങ്കര വ്യത്യസ്തമായ ഒരു സ്ക്രീൻ പ്ലേ. മധുമട്ടം സാറിന് എത്ര ഒരു എന്താ പറയുക, അപ്രിസിയേഷൻ കൊടുത്താലും പോരാ, എന്ത് അവാർഡ്സ് കൊടുത്താലും പോരാ. പിന്നെ സൈക്യാട്രിയിലുള്ള ഒരു വലിയൊരു വ്യത്യസ്തമായ കഥയാണ് ഇതിലുള്ളത്, ചികിത്സയാണ് ഇതിലുള്ളത്. അതൊക്കെ നമുക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് അവസാനത്തെ ഇതിൽ വെട്ടി ഇത് ചെയ്യില്ലേ, അതിൽ ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസാണ് വന്നു പോയത്. എനിക്കറിയാം, ഇതൊക്കെ എനിക്കറിയാം. എന്നിട്ടും ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കൊരു ഞെട്ടലാണ് ഉണ്ടായത്. ഇന്നും ഒരു പുതിയതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുതിയ ടെക്നിക്കിൽ വെച്ച് അന്നത്തെ ആ കാലത്ത് ടെക്നിക്കൽ എക്സലൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ടെക്നിക്കൽ എക്സലൻസിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ പ്രത്യേകിച്ച് പ്രിയൻ സാറിൻ്റെ ഒരു സീനിൽ വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സീൻസ് എല്ലാം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഫാസിൽ സാറാണ്.
പല പ്രാവശ്യം ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, സാർ ഈ മുറിച്ച് അവിടെ ഇവിടെ എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവുക എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല വിനയ. ഒരു ഇത് മാത്രമേ ഇമ്പാക്റ്റ് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഡിസിഷനാണ് അത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ, ഇന്ന ഇമ്പാക്റ്റ് നന്നായിരിക്കുമെന്ന്. സോ ഹീ ഈസ് എ വിഷണറി, ഡെഫിനറ്റ്ലി ഹീ ഈസ് എ വിഷണറി ഓഫ് കോഴ്സ്. പല പ്രാവശ്യം അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ വിഷണറിയിൽ നിന്ന് ഇനി കുറേ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു. ഓക്കെ. ഈ സിനിമ കഴിയുമ്പോഴും ഒരു റെഡ് സാരി ആയിരുന്നു സണ്ണിയോട് യാത്ര പറയുമ്പോൾ, ഇപ്പോഴും ഒരു റെഡ് സാരിയിലാണ്. ഞാൻ ഇത് മനഃപൂർവ്വമാണ് ഉടുത്തത്. ഇന്ന് റെഡ് സാരിയിൽ ഒരു ഗ്രീൻ ബോർഡർ ഉണ്ടായിരുന്നു, അത് നോട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ വേണമെന്ന് തിരക്കി നോക്കിയിട്ട് എൻ്റെ വാർഡ്രോബിൽ നിന്ന് ഇതാണ് കൊണ്ടുവന്നത് ഞാൻ ഇന്ന്. ഇത് തന്നെ വേണം, റെഡ് തന്നെ വേണം. പലവരും എന്നോട് പറഞ്ഞിരുന്നു അവസാനത്തെ ഷോട്ട് റെഡ് സാരി ഉടുത്ത് ഓടി വരുന്നത് ഭയങ്കര രസമായിരുന്നു എന്ന്. അപ്പോൾ ആ രസം ഒന്നുകൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് സാരിയും ഗ്രീൻ ഇതും ഇട്ടിരിക്കുന്നത്. വീണ്ടും തിയേറ്റർ എക്സ്പീരിയൻസിൽ പ്രേക്ഷകർ കണ്ടോണ്ട് സാർ ഏത് പോർഷനൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ കഴിയുമോ? ഞാൻ ആ പഴന്തമിഴ് പാട്ടിൻ്റെ ഒക്കെ കുറച്ച് പോർഷൻ, പിന്നെ ഈ ലാലേട്ടൻ പാട്ട് പാടുന്നതൊക്കെ സാറായിരിക്കും എടുത്തത്? ഇല്ല ഞാൻ കുറച്ചേ ഉള്ളൂ. ലാലും സുധീഷായിട്ടൊക്കെ സൈക്കിളിൽ പോകുന്ന ആ പോർഷനൊക്കെ. ഇപ്പം ആ ടൈമിൽ ബേസിക്കലി ഒരു 3-4 ഡയറക്ടേഴ്സ് ചേർന്നിട്ട് അന്ന് തന്നെ എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അടക്കം ഫാസിൽ സാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? ഇതെല്ലാം ഫാസിലിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവർക്കും ഒരേ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ഞങ്ങളുടെ ഇടയിൽ. പക്ഷെ അന്നും അത് റെയറസ്റ്റ്, ഇന്ന് നോക്കുമ്പോൾ റെയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ. അതെ, ഇതാ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്, കുറച്ച് വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ കോമഡിയൊക്കെ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് കണ്ട് ആസ്വദിക്കാം. ഇവർക്കൊക്കെ പകരം ആൾക്കാരില്ലല്ലോ, ഈ ഇന്നസെൻ്റ് ചേട്ടനും എഴുതി ചേച്ചി മേണിച്ചേട്ടൻ, അവർക്കൊക്കെ ഇനിയും ഒരു പകരക്കാരില്ലല്ലോ. ഇത് കാണുമ്പോഴാണ് നമുക്ക് അവരുടെ നഷ്ടങ്ങൾ എത്ര വലുതാന്ന് മനസ്സിലാവുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മണിച്ചിത്രയിൽ വീണ്ടും കണ്ടിട്ട്? എനിക്ക് ഇതിന് പറയാൻ ശരിക്കും വാക്കുകളൊന്നുമില്ല. കാരണം അത്ര ഭംഗി, അത്ര ഒരു മനസ്സിൻ്റെ സുഖവും. കാരണം നമുക്കൊരു പുതിയ അനുഭവമാണ് ഇങ്ങനത്തെ സംഭവം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ഈ പടം കാണുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട, പിന്നെ എത്ര പ്രാവശ്യം കണ്ടാൽ മതിയാവുമെന്ന് അറിയില്ല. എത്ര നന്നായിട്ട്, വളരെ നന്നായിട്ട്, വളരെ ഓണസ്റ്റായിട്ട് പറയാം. നമ്മുടെയൊക്കെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയണ്ട, ഓർക്കാത്തൊരു പ്രായത്തിലാണ് നമ്മൾ എപ്പോഴാണ് ഇത് കണ്ടതെന്ന് പോലും, തിയേറ്ററിൽ പോയി കണ്ടതെന്ന് പോലും ഓർക്കാത്തൊരു പ്രായത്തിലാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ജനറേഷന് അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണിത്. നമ്മുടെ കൂടെ ഉള്ളവരും ഇപ്പോൾ ഇല്ലാത്തവരും എല്ലാം ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു സിനിമ. അത് നമുക്ക് ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ബ്രില്യൻസും കൂടി വരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി നമ്മുടെ ജനറേഷനിലുള്ളവർ ടി വിയിൽ മാത്രം കണ്ട കുറേ ആളുകളുണ്ട്, പലതവണ ടി വിയിൽ മാത്രം കണ്ടത്. അപ്പോൾ അവരെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ്. അപ്പം പെർഫോമൻസ് കൊണ്ട് ഇപ്പം പപ്പു ചേട്ടനാണെങ്കിലും ലളിത ചേച്ചി, ഇന്നസെന്റ് ചേട്ടൻ, നെടുണി വേണു, ആരുടെ പേരാ പറയാൻ പറ്റുക. അപ്പം അത് ഒരു ലേണിംഗ് തന്നെയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതായത് ചില പെർഫോമൻസസ് നമുക്കറിയാം, മുൻകൂട്ടി അറിയാം ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നിട്ട് പോലും ആ ഒരു നിമിഷം നമ്മൾ ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാണ് അല്ലേ. അപ്പോൾ അത് എന്താ പറയണ്ട, റിപ്പീറ്റ് വാല്യൂ ഉള്ള പെർഫോമൻസസ് റിപ്പീറ്റായിട്ട് കാണുമ്പോഴത്തേക്കും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന പെർഫോമൻസസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. അത് മത്സരിച്ച് അഭിനയിക്കുക എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അതല്ല, അത് അത്രയും ഇൻവോൾവ്മെൻറ്റോട് കൂടി എല്ലാവരും ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് ഇമോഷണലി ഭയങ്കര ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്നുകൂടെ 94 തിരിച്ചു പോയൊരു യാത്ര എനിക്ക് ഫീൽ ചെയ്തു. അതേ അവസ്ഥ, ആ പഴയ അവസ്ഥ. പിന്നെ ആ മ്യൂസിക്, ആ സൗണ്ട്, ആ പിക്ചർ, ഞാൻ മുമ്പ് പറഞ്ഞു പിക്ചർ ഇസ് വെരി ഡീറ്റെയിൽഡ്. നമ്മൾ നോർമലി കാണാത്ത ഒരുപാട് ഡീറ്റെയിൽസ് ഇത്തവണയുണ്ട്. ഈവൻ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ശോഭന മേഡത്തിനാണ് നമുക്ക് ഒരുപാട് അത് വ്യക്തമായിട്ട് ഇപ്പം കാണാൻ പറ്റുന്നു. ആ സൗണ്ട് ഒന്നുകൂടെ അത് എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് യു ആർ ഫീലിംഗ് വാട്ട്സ് ഗോയിങ് ഓൺ. ആ സൗണ്ടും മ്യൂസിക്കും ആ പിക്ചറും കൂടെ കാണും. പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പം യു ആർ ഇൻ ദ മൂവി. എനിക്ക് ഇത് ബേസിക്കലി ആ ഫസ്റ്റ് ഫീലായിരുന്നു എനിക്ക് ആ പടം കണ്ടപ്പം തോന്നി. 94 കണ്ട അതേ ആ ഫീലായിരുന്നു എനിക്ക് തോന്നി. സോ ഐ എം വെരി
ഇപ്പോൾ ഇനി എൻ്റെ ഇത്രയും ഈ പടത്തിൻ്റെ ഇമോഷൻസ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പം ഐ ഹാവ് ടു കൺട്രോൾ ഇറ്റ് അഗൈൻ ഡൗൺ, വീണ്ടും നോർമൽ സ്റ്റേജിൽ എത്തണം. അതുപോലെ ഐ ക്യാൻ ടെൽ യു, പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റർ. ഇറ്റ് ഈസ് വർത്ത്, ഈവൻ ഇഫ് യു ഹവ് സീൻ ഇറ്റ് ലൈക്ക് മീ മോർ ദൻ 200 times, ഇറ്റ് ഈസ് വർത്ത് ടു വാച്ച് വൺസ് അഗൈൻ. അതിൻ്റെ ആ ഭംഗിയുണ്ട് ഈ പടത്തിന്. ദേ ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ.